ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കുന്ന ഇന്ന് കുറച്ച് നേരം വൈകിട്ടോ. ഇന്നലെ അതേപോലെ തന്നെ വൈകിയായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും അഭിപ്രായം കൂടി ഒന്ന് പറയണം. നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും അഭിപ്രായം കൂടി പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ കോയിനെ അടവെച്ചിട്ട് 14 ദിവസമായി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്യാനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പിന്നെ ഒന്നും നടന്നില്ല. അപ്പോൾ എടുത്ത് വെച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ട വിരിയുന്നതാണോ അല്ലേ എന്നൊക്കെ ഉള്ള ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കും നമ്മളെ അടവെച്ച കോഴിമുട്ട നമുക്കും ക്യാൻഡിൽ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് കുഞ്ഞ് വിരിയുന്നുണ്ടോ, അതിൽ കുഞ്ഞുണ്ടോ, അല്ലെ നല്ല കോഴിമുട്ടയാണോ, കുഞ്ഞ് വിരിയാത്ത മുട്ടയാണെന്നൊക്കെ നമുക്കും ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കും അങ്ങനെ നമ്മളെ കോഴിമുട്ടയിലൊക്കെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അട വെച്ച് ഒരു കറക്റ്റ് അറിയണമെങ്കിൽ ഒരു 4 ദിവസമൊക്കെ എന്തായാലും വേണം കേട്ടോ. 4 ദിവസമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളെ കോഴിമുട്ട അടവെച്ച കോഴിമുട്ട നമ്മൾ ഒരു ടോർച്ചോ അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ വെളിച്ചമൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് നമ്മൾ വെളിച്ചം ഇരുട്ട് റൂമിൽ നിന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ നമുക്ക് ഈ നമ്മളെ കോഴിക്കുഞ്ഞ് വിരിയുന്നുണ്ടോ, അതിൽ കുഞ്ഞുണ്ടോ എന്നൊക്കെ നമുക്കിങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇതേപോലെ ഒരു ലൈറ്റ് ഒരു വെയിറ്റ് ആയിട്ടൊരു നരമ്പ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഒരു പാട പോലെ ഇങ്ങനെ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇരുട്ടത്തൊക്കെ നന്നായിട്ട് വെളിച്ചമൊക്കെ അടിച്ച് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മളെ കുഞ്ഞുണ്ടോ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ആയിട്ട് ഞാൻ നമ്മളെ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞില്ലാത്ത കോഴിമുട്ട നമുക്ക് മാറ്റി നമുക്ക് വേറെ കോഴിമുട്ട വെച്ച് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇൻക്യുബേറ്ററിലും നമ്മൾ കോഴിമുട്ടയൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ആ കോഴിമുട്ട നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് പകരം നമുക്ക് കോഴിമുട്ട വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2-3 ദിവസത്തെ ഡിഫറൻ്റ് ഒന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറേ ദിവസത്തെ വ്യത്യാസമായിരിക്കും ഉണ്ടാകുക. അപ്പം നമുക്കിങ്ങനെ കോഴിമുട്ട കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞുണ്ടോ അല്ലെങ്കിൽ കേട് വന്ന കോഴിമുട്ടയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു ഡോട്ട് പോലെയായിട്ട് നമുക്ക് കുറച്ച് വെയിനൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഇതിലെന്തായാലും കുഞ്ഞ് വളരുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഇത് കണ്ടോ, നമ്മളെ കോഴിമുട്ട കേട് വന്ന കോഴിമുട്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ ഒരു ഇരുട് മൂടി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് വെളിച്ചടിച്ച് നോക്കുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇൻക്യുബേറ്ററിലും ഇതേപോലെ തന്നെ നമുക്ക് കോഴിമുട്ടയ്ക്ക് കേട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസത്തെ ഡിഫറൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പകരം വേറെ കോഴിമുട്ട വെച്ചിങ്ങനെ നോക്കാം. ഇത് നമ്മളെ കണ്ടോ, ഇത് നമ്മളെ കുഞ്ഞുങ്ങളില്ലാത്ത കോഴിമുട്ടയാണ്. ഇത് ഹെയർ ഹോൾസ് ഇല്ലാത്ത മുട്ടയാട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം. ഹെയർ ഹോൾസ് ഉള്ള കോഴിമുട്ടയാണ് നമ്മൾ വിരിയിക്കാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ ഇത് ഹെയർ ഹോൾസ് ഇല്ലാത്ത കോഴിമുട്ടയാട്ടോ. ഇത് നമ്മളെ ഇൻക്യുബേറ്ററിൽ ഉണ്ടായിരുന്ന വെച്ച സമയത്ത് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഇതും കുഞ്ഞില്ലാത്തൊരു കോഴിമുട്ടയാട്ടോ ഈ കാണുന്നത്. ഇതേപോലെയൊക്കെ കാണുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നാണ് കേട്ടോ. ഇതൊരു ബ്ലാക്ക് കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളെ കോഴിനെ 13 കോഴിമുട്ടയല്ലേ വെച്ചത്. അപ്പോൾ അതിലൊക്കെ നമ്മളെ കുഞ്ഞുങ്ങൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിമുട്ടയൊന്നും വേറെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ടാട്ടോ ഇങ്ങനെ കാണുന്ന ക്ലിയർ ഇല്ലാതെ. അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞൊക്കെ ഇതാക്കുന്ന ഇന്നേക്ക് നമുക്ക് 14 ദിവസമായി. നമ്മളെ കോഴിക്കുഞ്ഞൊക്കെ ഇതാക്കുന്ന ഉഷാറായിട്ട് തന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല നമുക്കിങ്ങനെ ഇളകി ഇങ്ങനെ കളിക്കുന്ന കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കോഴിമുട്ട എടുത്തത് അങ്ങനെ നോക്കിയെന്ന് മാത്രം. അപ്പോൾ നമ്മൾ അതിൻ്റെ വെയിനൊക്കെ നന്നായിട്ട് തന്നെ ഡാർക്ക് കളറിൽ നമുക്കിങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റും കേട്ടോ, അതിൻ്റെ വെയിനൊക്കെ. അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞൊക്കെ ഇതാക്കുന്ന ഇനി കുറച്ച് ദിവസം കൂടിയാണ് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വരാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഈ ഒരു ചൂട് സമയത്ത് തന്നെ നമ്മളെ കോഴിക്കൊക്കെ അട വെക്കുന്ന സമയത്ത് ഈ ഒരു ചൂട് കാരണം നമ്മളെ കോഴിമുട്ടയൊക്കെ കലങ്ങി പോവുകയും കുഞ്ഞുങ്ങളില്ലാതാവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ. എല്ലാ കോഴിമുട്ടയിലും നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അട വെക്കുകയാണെങ്കിൽ ഇതേപോലെ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ വിരിയുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് കേടുള്ള കോഴിമുട്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് വേഗം തന്നെ നമുക്ക് വേറെ കോഴിമുട്ടയൊക്കെ വെച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.